ഞാൻ വെറും 3 ദിവസം കൊണ്ട് സ്കേറ്റിംഗ് ബോർഡ് പഠിക്കാൻ പോവാണ്. പണ്ടുണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ ഈ 3 ദിവസം കൊണ്ട് ഞാൻ ചെയ്തു. നമ്മളിന്ന് സ്കേറ്റിംഗ് ബോർഡ് പഠിക്കാൻ പോവാണ്. ഇന്ന് ഡേ 1 ആണ്. ഞാൻ ഇന്ന് ജസ്റ്റ് ഇതിൽ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പഠിക്കും. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഇന്ന് ഓടിക്കും. പിന്നെ നമ്മൾ പറക്കും. പിന്നെ നമ്മൾ ഫ്ലിപ്പ് അടിക്കും. അത് കഴിഞ്ഞ് ആ ഡെക്കാത്തലോണിൽ കളിയാക്കവനുണ്ടല്ലോ, അവന്റെ മുമ്പിൽ ചെന്ന് ഞാൻ ഇത് ഓടിച്ചു കാണിക്കും. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു തിങ്കളാഴ്ച ദിവസം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഡെക്കാത്തലോൺ വരെ പോയി. അവിടെ കുറേ സ്കേറ്റിംഗ് ബോർഡ് ഇരിക്കുന്നത് കണ്ടു. പണ്ട് ആഗ്രഹിച്ച സമയത്ത് ഇതൊന്നും കയ്യിൽ കിട്ടിയിട്ടില്ല. എങ്കിൽ പിന്നെ ഒരു കൈ ഇപ്പൊ തന്നെ നോക്കിയേക്കാന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ആ ബോർഡ് എടുത്ത് ഒന്ന് ഓടിച്ചു. ചെറുതായിട്ടൊന്ന് വീണു. എല്ലാവരും കളിയാക്കി. ഒന്ന് വീണെന്ന് വെച്ച് ഇത്രയ്ക്ക് കളിയാക്കേണ്ട ആവശ്യമുണ്ടോ? അത്ര ആളുകളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ടഡ് ആവാൻ വേറൊന്നും വേണ്ടല്ലോ. അന്ന് ആ പടി ഇറങ്ങുമ്പം എൻ്റെ അഭിമാനം ചത്ത് മണ്ണടിഞ്ഞു പോയിരുന്നു. അന്ന് ആ പടി ഇറങ്ങുമ്പം എൻ്റെ അഭിമാനം ചത്ത് മണ്ണടിഞ്ഞു പോയി. അങ്ങനെ തോന്നിയെങ്കിൽ തെറ്റി. ഇറ്റ്സ് ടൈം ഫോർ റിവെഞ്ച്. ഇറ്റ്സ് ടൈം ഫോർ റിവെഞ്ച്. ഇറ്റ്സ് ടൈം ഫോർ റിവെഞ്ച്. ഇവൻ എന്നെ അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഞാൻ സ്കേറ്റിംഗ് ബോർഡ് പഠിച്ചിട്ട് ഒരു റിവെഞ്ചിന് വേണ്ടി ഇവിടെ തന്നെ തിരിച്ചു വരും. അതിന് ആദ്യം ഒരു സ്കേറ്റിംഗ് ബോർഡ് വേണം. ബോർഡിന്റെ പ്രൈസ് ടാഗ് കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതിരുന്ന എനിക്ക് അവസാനം ദൈവം ഒരു സ്കേറ്റിംഗ് ബോർഡ് തന്നു. എന്നിട്ട് പറഞ്ഞു, നീ പോയി റിവെഞ്ച് ചെയ്യണം മോനെ. ഉത്തരപ്പെടുന്ന അതും പഠിച്ചോ? പിള്ളേർ സ്കേറ്റ് ചെയ്യുന്നു, അവിടെ അവന്മാര് വെറുതെ നിൽക്കും. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ സെറ്റാണ്. ഞാൻ ഈ പ്രായത്തിലൊക്കെ മാങ്ങ പെറുക്കിയും സാറ്റ് കളിച്ചും വെറുതെ സമയം കളഞ്ഞു. നമ്മൾ പലരും പറയും പറ്റത്തില്ല, പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കില്ല. ആ പറഞ്ഞ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം വേണമെന്ന് വെച്ചാൽ ഇനിയും എല്ലാത്തിനും സമയമുണ്ട്. അങ്ങനെ 1-ാം ദിവസം തന്നെ ഞാൻ ബോർഡ് ബാലൻസ് ചെയ്യാൻ പഠിച്ചു. മനസ്സ് പറയും എടാ ഓടിക്ക് പറക്കാന്നൊക്കെ പറയും, പക്ഷെ ബ്രെയിൻ പറയും ഓടിക്കരുത്, വീണ് കഴിഞ്ഞാല് കാലോടി. അപ്പൊ നമ്മൾ ഏത് കേൾക്കണം? ബ്രെയിൻ കേൾക്കണോ മൈൻഡ് കേൾക്കണം? എന്നിട്ട് കാലൊടിയും നിന്നോട് ഞാൻ പറഞ്ഞ ഓടിക്കരുത്. ഡേ 1 കഴിഞ്ഞു. ഇനി 2 ദിവസം കൂടെ ഉണ്ട്. ഗുഡ് മോർണിംഗ്. ഞാനങ്ങനെ 2-ാമത്തെ ദിവസം രാവിലെ പ്രാക്ടീസ് ചെയ്യാൻ ഇറങ്ങിയേക്കാണ്. സൂര്യനൊക്കെ ഇത് ഉദിച്ചു വരുന്നു. ഹായ് ഹായ് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. സുഖാണോന്ന് ചോദിച്ചു. എന്നെ എടുക്കുവാന്ന് ചോദിച്ചു. ടാറ്റാ ബൈ ബൈ പറ. ഓക്കെ. 2-ാം ദിവസം തന്നെ എനിക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. റോഡിൽ കൂടെ ഞാൻ ഏകദേശം 1 കിലോമീറ്റർ സ്കേറ്റ് ചെയ്തു. പിന്നെ ബോർഡ് സൈഡിലേക്ക് വളയ്ക്കാനും പഠിച്ചു. അങ്ങനെ പോകുമ്പം എനിക്കൊരാഗ്രഹം തോന്നി, CID മൂസയിലെ ഈ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്യാൻ. പക്ഷെ നമ്മുടെ കൂടെ അർജുൻ ഇല്ലാത്തത് കൊണ്ട് സ്കൂട്ടർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കിട്ടിയോ? 3-ാം ദിവസം കുറച്ചൊക്കെ വീണെങ്കിലും എൻ്റെ കോൺഫിഡൻസ് മൊത്തത്തിൽ കൂടി. അതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഓടിക്കാനും പഠിച്ചു. They tell me that I'm never gonna make it. They want me to do
something that could make sense. But hey, when I keep dreaming I'll be famous. This potential is deep inside of me. But they hate when you're successful cause they try to be. They sit there being just meant to because you're trying things. And they just want you to settle and do the right thing. So get a good job, don't slack off. Wake up every morning, make it good. Anything that I wouldn't do. And when you're making money. ശരിക്കും എനിക്ക് സ്കേറ്റിംഗ് ബോർഡ് ഓടിക്കാൻ അറിയത്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലെ കഴിവാണ് ഇതൊക്കെ. അതെ അതെ, ഇനി എന്തോരം കഴിവാണ്. അതെ, കാണിക്ക്. ഒരു ഓളി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഓളി അറിയാം, കേട്ടിട്ടുണ്ടോ? സ്കേറ്റ് ബോർഡിലെ ഒരു ബേസിക് ട്രിക്കാണ് ഓലി. ഇന്നത്തെ എൻ്റെ ടാർഗറ്റാണ് അറ്റ്ലീസ്റ്റ് ഒരു ഓലി എങ്കിലും ചെയ്യുക എന്നുള്ളത്. വെറും ഒരു ഓലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മണിക്കൂറുകൾ പ്രാക്ടീസ് ചെയ്തു. പയ്യെ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായി. അവസാനം അതും ചെയ്തു. പ്രാക്ടീസ് ചെയ്താൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങനെ 3 ദിവസത്തിന് ശേഷം ഇനിയാണ് റിവെഞ്ച്. അത് ഈ ഇന്റർലോക്കിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. റിവെഞ്ച്. ശരി എന്നാ, ഓക്കെ ബൈ. അല്ലെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വർക്കാവത്തില്ല. ലൈഫിലും അങ്ങനെയാണ്. എപ്പോഴും നമുക്ക് ജയിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തായാലും ഒരു ദിവസം നടക്കും. പക്ഷെ നമ്മൾ അതിൻ്റെ പുറകെ തന്നെ കട്ടയ്ക്ക് നിൽക്കണം.